ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് സൺഡേ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ താമസിച്ചാണ് എണീറ്റത്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അവധി ദിവസങ്ങളിൽ എത്രമാത്രം നേരത്തെ എണീക്കണം വിചാരിച്ചാലും അങ്ങ് പറ്റാറില്ല. അപ്പോൾ അന്നൊക്കെയല്ലേ ഇച്ചിരി കിടക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് ദിവസമായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അരിപ്പൊടി കൊണ്ടുള്ള വിഭവങ്ങളായിരുന്നു. അതായത് ഒന്നെങ്കിൽ ഇടിയപ്പം, അല്ലെങ്കിൽ പുട്ട്, അല്ലെങ്കിൽ വീണ്ടും ഇടിയപ്പം, അല്ലെങ്കിൽ വീണ്ടും പുട്ട്. ആ ഒരു റൊട്ടീൻ അങ്ങനെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ കടന്ന്, ഒന്നൊന്നര 2 ആഴ്ചയായിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അരിപ്പൊടി തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇച്ചിരി ഗോതമ്പ് പൊടി കൊണ്ട് താ എന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അരിപ്പൊടി നമ്മൾ എന്തും ഗോതമ്പ് പൊടി എപ്പോഴും ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിച്ച് പഠിച്ചിട്ട് ഈ അരിപ്പൊടി വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, എന്തോ അരിപ്പൊടി പെട്ടെന്ന് തീർന്നു പോകും എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിലുള്ളതുകൊണ്ടാണോ എന്താണോ അരിപ്പൊടി വെച്ച് അപ്പം ഉണ്ടാക്കാറില്ല. പച്ചരി വെച്ചിട്ടാണ് കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പോൾ കുറേ ദിവസം കൂടി അങ്ങനെ നമ്മുടെ അടുക്കളയിലേക്ക് വീണ്ടും ചപ്പാത്തി മടങ്ങി വന്നിരിക്കുകയാണ് മക്കളെ. അപ്പോൾ ചപ്പാത്തിക്ക് അച്ചുകൂട്ടിന് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലോ എന്ന് ഇങ്ങനെ ഓർത്തു കേട്ടോ. രാവിലെ അല്ല, താമസിച്ച് എണീറ്റുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വിഭവം എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ദോശ ചമ്മന്തിയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ നോക്കുമ്പോൾ അച്ചുകൂട്ടൻ പറഞ്ഞു, അമ്മേ വേണ്ടേ, ചപ്പാത്തി മതിയേ, സാമ്പാറും മതിയേ എന്ന് പറഞ്ഞ കാരണം പിന്നെ അച്ചുകൂട്ടൻ്റെ ഇഷ്ടത്തിനാവട്ടെ എന്ന് ഓർത്തു. അപ്പോൾ നമ്മുടെ ധ്യാനൂട്ടും ഇവിടെ സൈലൻ്റാണ്. അച്ചുകൂട്ടൻ്റെ ഇഷ്ടങ്ങളാണ് മെയിനായിട്ട് ഇവിടെ പോണത് കേട്ടോ. അപ്പോൾ സാധാരണ ബിനോയുടെ ഇഷ്ടങ്ങളൊക്കെ, എൻ്റെ പൊന്നെ ഭയങ്കര കാറ്റ്. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റ്. ഇവിടെയാണ് ഒരു പഞ്ഞിമരം നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. അതിൻ്റെ മുകളിൽ നിന്ന് ഈ പഞ്ഞി മുഴുവൻ ഇങ്ങനെ കായോട് പിടിച്ചവിടുവാണെങ്കിൽ നമുക്ക് അത്ര ശല്യമില്ലായിരുന്നു. ഇതിങ്ങനെ പഞ്ഞിയായിട്ട് ഇങ്ങനെ ചെതറി ഈ പ്രദേശം മുഴുവൻ പഞ്ഞിക്കകത്ത് മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇത് പെരക്കകത്ത് വരെ പറന്ന് കയറി വരുവാണ് കേട്ടോ. മൊത്തത്തിൽ ഈ പൊടിയും ഈ പഞ്ഞിയും എല്ലാം കൂടെ ഇങ്ങ് വന്നിട്ട് എന്താ പറയണേ, ഇവിടെ ഇരിക്കാനും കൂടെ തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോണേ. എന്ത് പറയാൻ, ഇനി ഇത് മുഴുവൻ ചാടി തിരുന്നോടും വരെ ഇങ്ങനെ നമ്മളത് സഹിച്ചേ പറ്റുള്ളൂ. നേരത്തെയൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഈ പഞ്ഞിമരമൊക്കെ. അന്നേരമൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കായായിട്ടാണ് ചാടണം. കായായിട്ട് ചാടുമ്പോൾ അത്ര ശല്യം വരികയില്ല. ഇതിങ്ങനെ സ്പ്രെഡായിട്ട് ചാടുമ്പോഴാണ് പ്രശ്നം. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അതിൻ്റെ ഇതിലങ്ങ് പോകണം. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യണില്ല. ഇതേ ഒരേ റെസിപ്പി എന്നാത്തിന് ഷെയർ ചെയ്യണമെന്ന് ഓർത്തു. നമ്മുടെ എന്നും വെക്കണ സാമ്പാർ തന്നെ. പിന്നെ ഇന്ന് ഇച്ചിരി ലൂസായിട്ടാണ് വെച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ തിക്കായിട്ടായിരുന്നു വെക്കാറ്. ലൂസായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ചപ്പാത്തി ഇത് അവിടെ പരത്തി വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട്. ഇനി അതൊന്ന് ചുട്ടെടുത്താൽ മതിയാവും. അപ്പോൾ അതും ചുട്ടെടുത്തു. നമ്മുടെ ചപ്പാത്തി സാമ്പാറുമാണ്. അച്ചുകുട്ടന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ധ്യാനൂട്ടൻ ഈ സമയത്ത് എണീറ്റ് വന്നിട്ടും കൂടെ ഇല്ല. ഇനി അവനെ എണീപ്പിച്ച് ബ്രഷ് ചെയ്യിപ്പിക്കണം. അച്ചുകുട്ടൻ ഇത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബിനുവേട്ടനും അച്ചുകുട്ടനൊക്കെ ചായയും കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ചായ കുടിച്ചില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ ചായ കുടിച്ചില്ല. ഞാൻ പോയി മുറ്റടിക്കാൻ പോയിട്ട് വന്നിട്ട് ചായ തിളപ്പിക്കാനുള്ള ഭാഗം നോക്കണം കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ ദോശക്കല്ലിൻ്റെ ചൂടൊക്കെ അറിയാൻ കൈകൊണ്ടങ്ങ് എടുത്ത് വെക്കാൻ പറ്റി. അപ്പോൾ നോക്കിയപ്പോഴേ മുറ്റത്ത് പെരക്കകത്ത് കുറേ ഈ കറി എന്നതാ പറയണേ, കടലാസ് നമ്മൾ ബാക്കി വരുമ്പോൾ എല്ലാം കൂടെ അങ്ങനെ ചുറ്റി അടുപ്പയിലേക്ക് വെക്കും. അപ്പോൾ അടുപ്പയിലേക്ക് വെക്കുമ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പ് കത്തിക്കണില്ലാത്ത കാരണം ഒന്നങ്ങ് കത്തിച്ചു വിടുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. നമുക്ക് വീടിനകത്തൊരു വെട്ടവും വെളിച്ചമൊക്കെ വരും. അപ്പോൾ ഈ അടുപ്പ് കത്തിക്കാണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ കത്തിക്കാണ്ടിരിക്കണമെന്നുള്ളൂ. വാക്കത്ത് ഇതിലായിട്ടും കണ്ണരക്കകത്ത് കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ടില്ല. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഉള്ളതാണെങ്കിലും എടുത്തിട്ട് നമുക്കൊന്ന് അടുപ്പ് കത്തിക്കാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ചായ അടുപ്പ് വയ്ക്കാനായിട്ട് വെള്ളം അടുപ്പ് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തെല്ലാം പരിപാടിക്ക് പോയെന്നറിയാമോ? നൈറ്റിയുടെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ പോയി. അതിൻ്റെ പുറകെ പോയി. പിന്നെ നമ്മൾ എന്നാ പറയണേ, സീരിയൽ റിവ്യൂ ചെയ്യുന്നുണ്ട്. സീരിയൽ കാണാത്ത ഞാൻ സീരിയൽ റിവ്യൂ ചെയ്ത് തുടങ്ങി മക്കളെ. എന്താ വെച്ചാൽ നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് മോശമാകുമ്പോൾ നമ്മൾ വീഡിയോ കൂടുതൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ നോക്കിയപ്പം കുക്കിംഗ് ചെയ്യണമെങ്കിൽ കുക്കിങ്ങിൻ്റെ സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ അതിനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ വേറെ എന്ത് വീഡിയോ ചെയ്യണമെങ്കിലും അതിൻ്റേതായ ചിലവുണ്ട്. അപ്പോൾ സീരിയലാണെങ്കിൽ സീരിയലിൽ നിന്ന് കണ്ടാൽ മതിയല്ലോ, കണ്ടിട്ട് റിവ്യൂ ചെയ്യാമല്ലോ. പക്ഷേ സീരിയൽ റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. കാരണം ചാനൽ എപ്പോഴാണ് അടിച്ചു പോകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചാനൽ മാറ്റിയിട്ടിട്ട് ഞാൻ അതിനകത്ത് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാവും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ശ്രമിക്കണതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ സീരിയലിൽ
കാണാറേ ഇല്ല. ഞാൻ സീരിയൽ അങ്ങനെ കാണുന്ന വ്യക്തിയല്ല കേട്ടോ. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ചേറെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ ഷൈമ രാജേഷിന് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൈമ ഹായ്. അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കും? ആപ്പാടെ സാമ്പാറാണ് ഉണ്ടാക്കി വെച്ചാണേ. അപ്പോൾ ഇന്ന് തോരൻ പയർ ഇല്ലേ, പുളിപ്പയർ. ബിനോട്ടൻ കുറച്ച് ഈ പുളിപ്പയർ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തോരൻ വെക്കാം. ഇച്ചിരി ഉണക്കമീനും വറക്കാം. ഞായറാഴ്ച അല്ല, ഇച്ചിരി ലാഘവമാണതിന് കുഴപ്പമില്ല. അപ്പോൾ ഇച്ചിരി തോരൻ വെച്ചൊരു ഉണക്കമീനും വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ആവൂലോ ഒന്ന് ഓർത്ത് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഓണർ വന്ന് ചക്ക ഇട്ടു. ചക്ക ഇട്ടപ്പം നമുക്കും കുറച്ച് തന്നു, കുറച്ച് ചക്ക. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ പയർ തോരനങ്ങ് ക്യാൻസൽ ചെയ്തു. ഈ പുളിപ്പയർ ഇവിടെ എന്ത് പൊത്തി പിടിച്ചൊന്ന് പൊളിക്കണ്ടേ. അപ്പോൾ ഈ ചക്ക എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നമ്മൾ മടുത്തു പോകും. അതുകൊണ്ട് ഞാൻ പയർ തോരനങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വറുത്തു. അപ്പോൾ ചക്കയ്ക്കും മീൻ വറുത്തതുമായി ചക്ക പുഴുങ്ങുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ ചക്ക പുഴുങ്ങിയത് കുറച്ച് കൂട്ടി നമുക്ക് ചോറ് ഉണ്ണാം. അങ്ങനെ വിചാരിച്ച് പാത്രങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മീൻ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടു. സാമ്പാറാണെങ്കിൽ ഞാനിങ്ങനെ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. വേറെ ഒന്നുമില്ല, ഉറുമ്പ് ശല്യം ഒരു രക്ഷയില്ല. അപ്പോൾ അത് ആ ചക്ക ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുഴുവൻ അരിഞ്ഞ് പെറുക്കിയെടുത്തിട്ട് ചക്കക്കുള്ള അരയ്ക്കാനായിട്ട് പോണ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ചക്കയ്ക്ക് അരയ്ക്കാനായിട്ട് ഞാനാണെങ്കിൽ ഇച്ചിരി ഉപ്പും ജീരകം ചിലർ പെരുംജീരകം ചേർക്കും, ചിലർ വെളുത്തുള്ളി ചെറിയ ജീരകം ചേർക്കും. ഞാനുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കണത്. പിന്നെ കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി 1-2 അല്ലി, പിന്നെ ചുമന്നുള്ളി, പിന്നെ കാന്താരിമുളക്. ചക്കയ്ക്ക് എപ്പോഴും കാന്താരിമുളകാണ് കേട്ടോ. കൊമ്പമുളക് അരച്ച ഒരു ചുവയായിരിക്കും. കാന്താരിമുളകാണ് അതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞു വരണം. ഇത്രയും സംഭവങ്ങൾ നന്നായിട്ട് അരിഞ്ഞു വരണം. പിന്നെ തേങ്ങ നന്നായിട്ട് ഒതുങ്ങി വന്നാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കയുടെ അരപ്പെന്ന് പറയാനായിട്ട്. അപ്പോളേ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്ന് നൈറ്റി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ചോദിക്കുക, ശ്രുതി എങ്ങനെ വീഡിയോയും പിടിച്ച് ഈ നൈറ്റിയും തയ്യലും എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് പോകണമെന്ന്. മാനേജ് ചെയ്ത് പോകണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിടെ സിറ്റുവേഷൻ വളരെ മോശമായി കഴിയുമ്പം നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് കവർ ചെയ്ത് പുറത്തൊക്കെ വരാനല്ലേ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യണമെന്നുള്ളതാണ്. കാരണം വീഡിയോ എഡിറ്റിങ്ങും വീഡിയോ റെക്കോർഡിങ്ങും എല്ലാം നല്ലൊരു പണിയാണ്. വീഡിയോ പിടുത്തം നല്ലൊരു പണിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ സ്റ്റിച്ചിങ് മെഷീനിലാണ് ഞാൻ തുന്നം പാടിയിരിക്കുന്നത്. ഒരിച്ചിരി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ അരിച്ചച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മോട്ടറൊക്കെ അഴിച്ചിട്ടിട്ട് ചവിട്ടി സ്റ്റിച്ച് ചെയ്ത് നോക്കുവാണ്. കാരണം അങ്ങനെയെല്ലാം സ്റ്റിച്ച് നന്നാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ തുന്നു വന്നു കഴിയുമ്പം പകുതിയുടെ എങ്ങനെ കുത്തുകുത്ത് കാണി പോലെ വരും. പിന്നെ നമ്മളത് അഴിച്ചിട്ട് വീണ്ടും തുന്നും. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം പോണത്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയണേ, പ്രതിസന്ധികൾ വരുമ്പോൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ കൊണ്ടാവുന്നതൊക്കെ നമ്മൾ പ്രയത്നിക്കുക. പിന്നെ എൻ്റെ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനം കൂടുതലും വരുമാനം കുറവുമാണ്. അത് നമ്മുടെ എന്താ പറയണേ, നമ്മുടെ വിധി അങ്ങനെയാണ്. അധ്വാനിക്കാനാണ് ദൈവം പറഞ്ഞേക്കണേ. ഇപ്പോൾ വരുമാനം അങ്ങനെ പ്രതീക്ഷിക്കേണ്ടെന്നാണ് എന്നോട് പറഞ്ഞേക്കണേ. അപ്പോൾ അത് എന്തായാലും അധ്വാനിക്കുക. 1 രൂപയ്ക്കാണെങ്കിൽ അധ്വാനിച്ച് എങ്ങനെയും 10 രൂപ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ. പക്ഷേ എങ്ങും എത്തണില്ല എന്നുള്ളതാണ്. നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിയല്ല. അതാണ്. പിന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ഇതുണ്ടാവും എന്ന് വിചാരിച്ച് ശ്രമിക്കാണ്ടിരുന്നിട്ട് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. നാളെ നമുക്കൊരു കുറ്റബോധം തോന്നരുത്. നമ്മൾ അധ്വാനിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധം നമുക്ക് മനസ്സിൽ തോന്നരുതല്ലോ. അത്രേ ഉള്ളൂ. പിന്നെ നൈറ്റിയുടെ കാര്യം പലരും ചോദിക്കുന്നുണ്ട്. നൈറ്റിയും ഈ വില കുറച്ച് കൊടുക്കുമ്പം അതിനകത്തുനിന്നൊന്നും വലിയ കാര്യമായിട്ടില്ല. പക്ഷെ എന്നാലും ഒരു 10 രൂപ പോലും കിട്ടാണ്ടിരിക്കുന്ന സിറ്റുവേഷനേക്കാളും ഭേദമല്ലേ 10 രൂപ കിട്ടണത്. അത്ര നേരത്തെ ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അരകല്ലെല്ലാം ഒന്ന് കഴുകിയിടുവാണ്. എനിക്ക് അങ്ങനെ ഉണ്ടോ, അരച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അരകല്ല് കഴുകണം. അല്ലാണ്ട് അങ്ങനെ ഇരിക്കണത് എനിക്കിഷ്ടമല്ല. പിന്നെ പോയി കഴുകുക ഒന്നുമില്ല കേട്ടോ. അന്നേരം തന്നെ പരിപാടി തീർക്കുക. ഇതാണ് എൻ്റെ പോളിസി. അപ്പോൾ അരകല്ലും കഴുകിയിട്ടു. അത് കഴിഞ്ഞ് കയറി വന്നിട്ടാണ് ഞാൻ ചക്ക അടുപ്പ് വെക്കണം കേട്ടോ. കാരണം അരച്ച് വെച്ചിട്ട് ഞാൻ ചക്ക അടുപ്പ് വെക്കുള്ളൂ. കാരണം ചില ചക്കയ്ക്ക് വേവുണ്ടാവും, ചില ചക്കയ്ക്ക് വേവുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയണേ, അടുപ്പ് വെച്ചിട്ട് ചിലപ്പോൾ അരയ്ക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കും ചക്ക വെന്ത് അവിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം ചക്ക അടുപ്പ് വെക്കുള്ളൂ. 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനിയിപ്പോൾ 2 പ്രാവശ്യം ആവി കയറുമ്പോഴത്തേക്കും ആവും കേട്ടോ. പിന്നെ ഇച്ചിരി കറിവേപ്പിലേൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ഒരു ഫ്ലേവർ വരുന്നത് നല്ലതാണ് ചക്കയ്ക്ക്. ചിലർ ചക്കയ്ക്ക് കുരുമുളക് അരയ്ക്കും കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് 1-2 കുരുമുളകും കൂടെ അരയ്ക്കും. പക്ഷേ ഇവിടെ അങ്ങനെ കുരുമുളകൊന്നും അരയ്ക്കാറില്ല കേട്ടോ. അരച്ചാൽ നല്ലതാണ്.
ഓരോ സ്ഥലത്തേക്ക് ഓരോ രീതിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ നീതു വിളിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ചക്ക എന്നാ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചക്ക പുഴുങ്ങിയത് മീൻ വറുത്തതും എന്ന് പറഞ്ഞപ്പോൾ നീതു പറഞ്ഞു എന്നാൽ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ഇടി ചേച്ചി എന്ന് പറഞ്ഞാൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ചേരം ഇരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ സൺഡേ അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു വിശേഷങ്ങളായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.